Hi friends, welcome back to SPC Chem Tutor. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സോളിഡ് സ്റ്റേറ്റ് ആണ്. സോ ഇപ്പോൾ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി സ്ട്രക്ചർ ഓഫ് സീസിയം മെറ്റൽ അറ്റ് 25 degrees Celsius and 1 atmospheric pressure is body centered cubic. At the same temperature but at high pressure, cesium undergo a phase transition to yield a structure much more dense than body-centered cubic. Which of the following is likely structure at a high pressure? Correct answer is option A, cubic close packed. Next question, if a plane makes an intercept A and OX and it goes parallel to OY and OZ, its Miller indices are. Correct answer is option A, 100. ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് നോക്കാം. ആദ്യം ഈ ക്വസ്റ്റ്യന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ലോസ് ഓഫ് ക്രിസ്റ്റലോഗ്രാഫിയിലെ ലോ ഓഫ് റാഷണൽ ഇൻഡീസസ് എന്ന് പറയുന്ന ലോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേഷ്യോ ബിറ്റ്വീൻ ഇൻ്റർസെപ്റ്റ് ഓൺ ദി ആക്സിസ് ഫോർ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് എ ക്രിസ്റ്റൽസ് can be expressed by ratio of rational numbers. സോ ഈ ലോ അനുസരിച്ചിട്ട് നമ്മൾ ആദ്യം ഒരു കൺസിഡർ 3 പെർപെൻഡിക്കുലർ ആക്സിസസ് ദാറ്റ് ഈസ് OX, OY ആൻഡ് OZ. അതിനുശേഷം ABC എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് സെല്ല് അതിലേക്ക് എന്ത് ചെയ്യുക, ആ ഒരു ഇതിൽ എന്ത് ചെയ്യുക, ആ പെർപെൻഡിക്കുലർ ആക്സിസിൽ കൺസിഡർ ചെയ്യുക. ദെൻ LM എന്ന് പറയുന്നത് ആ ക്രിസ്റ്റലിൻ്റെ ഫേസ് ആയിട്ടും നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഫേസ് ആയിട്ടും കൺസിഡർ ചെയ്യുക. ഇപ്പം നമ്മൾ പറഞ്ഞ ABCLMN. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ദെൻ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ലോ ഓഫ് റാഷണൽ ഇൻഡീസസ് അനുസരിച്ചിട്ട് ഇതിൽ OL is equal to L into OA എന്നും ദാറ്റ്സ് ഈക്വൽ ടു L into A. OM is equal to M into OB, അതായത് ഒരു റാഷണൽ നമ്പർ ഇൻറ്റു അതിൻ്റെ ആ ഒരു ഇൻ്റർസെപ്റ്റ്, OBൻ്റെ ഇൻ്റർസെപ്റ്റിന് ഈക്വൽ ആയിരിക്കും OM എന്ന് പറയുന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ആ OB എന്ന് പറഞ്ഞ ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ B ആയിട്ടാണ്, നേരത്തെ OA എന്നുള്ള ഡിസ്റ്റൻസ് A ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ദെൻ OM is equal to N into OC, ദാറ്റ്സ് ഈക്വൽ ടു NC. ഇവിടെ LM എന്ന് പറയുന്നത് that is integral whole numbers including infinity, or it may be fraction of whole numbers. ഈ നമ്പേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, വീസ് ഇൻഡീസസ് എന്ന് പറയുന്നത്. സോ ലോ അനുസരിച്ചിട്ട് ആ ഇൻ്റർസെപ്റ്ററുടെ റേഷ്യോ എന്ന് പറയുന്നത് OL is to OM is to ON, that is equal to L into A is to M into B is to N into C എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ എഴുതാം. ആക്ച്വലി ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷേ നമുക്ക് ആ ഒരു ടേം പറയുന്ന സമയത്ത് ഇത് എങ്ങനെ വന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്കിത് അഥവാ മനസ്സിലായില്ല എന്ന് വെച്ചിട്ട് വറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സോ ഈ LMN എന്ന് പറയുന്ന വാല്യൂസിനെയാണ് എന്തെന്ന് പറയുന്നത്, വീസ് ഇൻഡീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് നമുക്ക് ക്വസ്റ്റ്യൻ നേരത്തെ കണ്ട ആ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള ഇനി വേറെ കുറച്ച് എക്സാമ്പിൾസ് കാണും. അപ്പോൾ നമുക്ക് വീസ് ഇൻഡീസസ് ഏതാണ്, മില്ലർ ഇൻഡീസസ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി മില്ലർ ഇൻഡീസസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് വീസ് ഇൻഡീസസിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ മീസ് ഇൻഡീസസ് റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത് ക്രിസ്റ്റൽസിൻ്റെ. അതെന്തായിരിക്കും, ഹോൾ നമ്പർ ആയിരിക്കും. പിന്നെ അതൊരു സ്മോൾ ഹോൾ നമ്പറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും വാല്യൂസ് വെച്ചിട്ട് സ്മോൾ നമ്പേഴ്സ് വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇഫ് നെസസറി ക്യാൻ മൾട്ടിപ്ലൈ വിത്ത് സ്മോൾ നമ്പേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ എക്സാമ്പിൾസ് നോക്കാം. എ പ്ലെയിൻ ഇൻ വീസ് നൊട്ടേഷൻ, ഒരു വീസ് നൊട്ടേഷനിൽ ഒരു പ്ലെയിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതാണ് 1A is to 3/2 B is to 1C എന്ന് പറയുന്നത്. അതിൽ 1 എന്ന് പറയുന്നത് L ആണ്, M 3/2 ആണ്, N 1 ആണ്. ഇതെന്ത് നൊട്ടേഷനാണ്, വീസ് ഇൻഡീസസിലുള്ള ക്രിസ്റ്റലിൻ്റെ നൊട്ടേഷൻ, ആ പ്ലെയിൻ്റെ നൊട്ടേഷനാണ്. ഇനി ഇതിനെ നമ്മൾ മില്ലർ ഇൻഡീസിലേക്ക് എഴുതുന്ന സമയത്ത് 3, 2, 3 എന്നായിരിക്കും വരുന്നുണ്ടാവുക. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കിനി എങ്ങനെയാണ് അത് എഴുതുന്നത് നോക്കാം. ഒരു എക്സാമ്പിൾ,
ഇനി വീസ് ഇൻഡീസസ് ടു മില്ലർ ഇൻഡീസ് എങ്ങനെയാണ് കൺവേർഷൻ നടക്കുന്നത്? നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ തന്നെ എടുക്കാം. 1A:3/2 B:1C. ആദ്യം എന്താണ് മില്ലർ ഇൻഡീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് അതിൽ റെസിപ്രോക്കൽ എടുക്കാൻ വേണ്ടത്. സോ എന്താ 1A:2/3 B:1C. ദെൻ LCM എടുക്കുക. ദെൻ അതായത് ഹോൾ നമ്പേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ 3 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, 3A 2B 3C. അപ്പോൾ സോ അതിൻ്റെ മില്ലർ ഇൻഡീസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ബ്രാക്കറ്റ് ഇടുക, ആ വാല്യൂസ് എടുത്ത് എഴുതുക. 3 2 3 അതാണ് അതിൻ്റെ മില്ലർ ഇൻഡീസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് നേരത്തെ LMN എന്നുള്ള വാല്യൂസാണ് പറഞ്ഞത്. അപ്പോൾ ഈ മില്ലർ ഇൻഡീസ് നമ്മൾ ഈ ആ ബ്രാക്കറ്റിലുള്ള 3 വാല്യൂസ് HKL എന്നുള്ള വാല്യൂസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും BSc 100 പ്ലെയിൻ, 111 പ്ലെയിൻ, 001 പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പ്ലെയിൻസ് അതിൻ്റെ മില്ലർ ഇൻഡീസ് നോട്ടേഷൻസ് ആണ്. അതെന്താണ് HKL വാല്യൂസ് ആണ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. നെഗറ്റീവ് വാല്യൂ വരുന്നതിന് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത്. സോ റെസിപ്രോക്കൽ എടുക്കുക. ആ നെഗറ്റീവ് വരുന്നതിന് എന്ത് മില്ലർ ഇൻഡീസ് നോട്ടേഷനിൽ എഴുതുന്ന സമയത്ത് ആ ഒരു മുകളിലൊരു ബാർ ഇട്ടിട്ട് കൊടുക്കുക. ഇനി ഇഫ് എ പ്ലെയിൻ ഈസ് പാരലൽ ടു വൺ ആക്സിസ്, ദ പ്ലെയിൻ ദാറ്റ് കട്ട് ദിസ് ആക്സിസ് അറ്റ് ഇൻഫിനിറ്റി. അതായത് ഒരു പ്ലെയിനിൽ ഒരു ആക്സിസിന് ഒരു പ്ലെയിന് പാരലലായിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ആ ആക്സിസിന് ആ പ്ലെയിൻ ഇൻഫിനിറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, കട്ട് ചെയ്യുന്നുണ്ടാവുക. അതായത് പാരലൽ ടു വൺ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ നമ്മൾ ഇൻഫിനിറ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്. സോ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും A:α B:1/2C എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആൽഫ എന്ന് പറഞ്ഞാൽ B എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എന്താണ് ആ ഒരു ഫേസ് ഏത് ആക്സിസിനാണ്? ദാറ്റ് മീൻസ് Y ആക്സിസിന്, ആ ഒരു കറസ്പോണ്ടിങ് ആക്സിസിന് പാരലായിട്ടാണ് പോകുന്നത്. അതിൻ്റെ മില്ലർ ഇൻഡീസ് നൊട്ടേഷനിലേക്ക് വരുന്ന സമയത്ത് 1A:1/α B:2C. അപ്പോൾ 1/α എന്ന് പറയുന്നത് 1/∞ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. സോ 102 എന്നാണ് അതിൻ്റെ നൊട്ടേഷൻ. ഈ നൊട്ടേഷൻ എഴുതുന്ന സമയത്ത് അതിൻ്റെ നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് കോമ കുത്ത് അങ്ങനെയുള്ള ഒന്നിൻ്റെ ആവശ്യമില്ല. ഇനി ഇതാ നേരത്തെ പറഞ്ഞ പോലെ പ്ലെയിൻ മേക്സ് ആൻ ഇൻ്റർസെപ്റ്റ് ഓൺ OX ആൻഡ് പാരലൽ ടു OY ആൻഡ് OZ. നമ്മളെ ക്വസ്റ്റ്യനാണ്. സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം? എന്താണ് OYനും OZനും പാരലാണ്. സോ അത് രണ്ടിനും ഇൻഫിനിറ്റ് ആയിട്ടായിരിക്കും കട്ട് ചെയ്യുന്നുണ്ടാവുക. സോ A എന്ന് പറയുന്ന ഒരു ഇൻ്റർസെപ്റ്റ് വെച്ചിട്ടാണ് OX എന്നുള്ള ആക്സിസിനെ കട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ആ ഒരു റെപ്രസെൻറ്റേഷൻ AOX *infinite OY *infinite OZ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാം. ദെൻ എന്താ ചെയ്യുക? മില്ലർ ഇൻഡീസ് നൊട്ടേഷനിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുന്ന സമയത്ത് 100 ആയിട്ടാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. സോ നമ്മുടെ ആൻസർ എന്താണ്? 100 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, next question. A solid has a structure in which W atoms are located at the cube corners of unit cell. O atoms are located at the cube edges and Na atoms at cube centers. What type of lattice is represented by the compound? What is the formula of the compound? Correct answer is simple cube and representation is NaWO3. സോ നമ്മളൊരു ക്രിസ്റ്റൽ റെപ്രസെൻറ്റേഷൻ അതിന് സമയത്ത് ഓരോ യൂണിറ്റ് സെല്ലിലും ആ ഒരു ആറ്റത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് കൺസിഡർ ചെയ്യാം. സോ സിമ്പിൾ ക്യൂബിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ക്യൂബിൻ്റെ കേസിൽ ഒരു ക്യൂബിൻ്റെ ക്യൂബിൻ്റെ 8 കോർണേഴ്സിൽ മാത്രമാണ് എന്തുള്ളത്? ആറ്റംസ് ഉള്ളത്. സോ 8 കോർണേഴ്സിൽ എന്ന് പറയുന്ന സമയത്ത് ഒരു ക്യൂബിന് 8 കോർണേഴ്സ് ഉണ്ട്. സോ എന്താണ് അതിന് 8 ആറ്റംസ് ഉണ്ട്. പക്ഷേ ഒരു ക്യൂബിൽ ഒരു ആറ്റം 8 മറ്റ് യൂണിറ്റ്സിലായിട്ട് ഷെയർ ചെയ്തിരിക്കും. സോ ഒരു യൂണിറ്റ്സിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/8 ആയിരിക്കും. സോ നമുക്കിവിടെ എത്ര കോർണേഴ്സ് ഉണ്ട്? 8 കോർണേഴ്സ് ഉണ്ട്. സോ 8 × 1/8 എന്ന് പറയുന്ന സമയത്ത് 1 ആണ് അതിൻ്റെ ആൻസർ. ദെൻ ബോഡി സെൻറ്റേർഡ് ക്യൂബ് BCC എന്ന് പറയുന്ന സമയത്ത് കോർണേഴ്സിലുണ്ടായിരിക്കും, പിന്നെ ക്യൂബിൻ്റെ സെൻറ്റേഴ്സിലുണ്ടായിരിക്കും. കോർണേഴ്സിൽ നേരത്തെ പറഞ്ഞ പോലെ 8 × 1/8 എന്നുള്ള രീതിയിലും, ദെൻ ക്യൂബിൻ്റെ സെൻറ്ററിലാണ സമയത്ത് ആറ്റം 1 ആണ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ. സോ ടോട്ടൽ എഫക്റ്റീവ് നമ്പേഴ്സ് ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആ യൂണിറ്റ് സെല്ലുള്ളത് 2 ആണ്.
ദെൻ FCC എന്ന് പറയുന്ന സമയത്ത് എന്തുണ്ടാവും, കോർണേഴ്സിലും എല്ലാ ഫേസുകളിലും ഉണ്ടാവുക. കോർണേഴ്സിൽ പറയുന്ന സമയത്ത് 8x1/8. ഇപ്പോൾ ഫേസിലെന്ന് പറയുന്ന സമയത്ത് ഒരു ഫേസിലുള്ള ഒരു ആറ്റം 2 യൂണിറ്റ് സെല്ലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. സോ 8x1/8 പ്ലസ് 6 ഫേസസ് ഉണ്ട്, 6 ദെൻ 1/2 ആണ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ. അതായത് ഒരു ഇഫക്റ്റീവായിട്ട് ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുന്നത്, ഒന്നിൻ്റെ പകുതിയേ കിട്ടുള്ളൂ, ബാക്കി ഹാഫ് മറ്റേ യൂണിറ്റ് സെല്ലിനാണ് പോകുന്നത്. സോ 6x1/2 എഫക്റ്റീവ് നമ്പർ 4 ആണ്. ദെൻ എഡ്ജ് സെൻറ്റേർഡ് എന്ന് പറയുന്ന സമയത്ത് എഡ്ജ് സെൻറ്റേർഡ് 12, അതായത് 12 എഡ്ജസിലായിരിക്കും. 12 എഡ്ജസിൽ എന്ന് പറയുമ്പോൾ എഡ്ജസിലുള്ള ആറ്റംസ് 4 യൂണിറ്റ് സെല്ലായിട്ടായിരിക്കും അതിൻ്റെ കോൺട്രിബ്യൂഷൻ. സോ 1/4 ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുള്ളൂ. സോ 12 × 1/4 പ്ലസ് 8 × 1/8. സോ എഫക്റ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ടങ്സ്റ്റൺ ആറ്റം ലൊക്കേറ്റഡ് ട്യൂബ് കോർണേഴ്സിലും ഓക്സിജൻ ആറ്റം O ആറ്റം ആർ ലൊക്കേറ്റഡ് അറ്റ് ദി ക്യൂബ് എഡ്ജസ് ആൻഡ് Na ആറ്റം അറ്റ് ക്യൂബ് സെൻറ്റേഴ്സ് ആണ്. സോ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ എഫക്റ്റീവ് നമ്പർ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് NaWO3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following is an example for a covalent crystal? Correct answer is option B, silicon carbide. സോ നമുക്ക് നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരിക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോളിഡ്സും അതിലുള്ള പിന്നെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസും ബൈൻഡിങ് ഫോഴ്സും എക്സാമ്പിൾസും ഞാനിത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ സിലിക്കൺ കാർബൈഡ് എന്താണ്, കോവാലൻറ്റ് സോളിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, next question, F centers are, correct answer is option D, lattice site in which electrons is trapped. So electron defect electronic means point defect എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ക്രിസ്റ്റൽ ഡിഫക്ട്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്റ്റോയിക്കോമെട്രിക് ഡിഫക്റ്റ്, നോൺ സ്റ്റോയിക്കോമെട്രിക് ഡിഫക്റ്റ് ആൻഡ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. Non-stoichiometric defect are the point defect which do not disturb the stoichiometry of the solid. They are also called intrinsic or thermodynamic defects. Okay, intrinsic defects എന്ന് പറയുന്നത് stoichiometric defect. Then different types ഉണ്ട്. First ആണ് valency defects എന്ന് പറയുന്നത്. Some of the lattice points are vacant. Valency defects is some of the lattice points are vacant, results in decrease in the density of the substance, and it happens when the substance is heated. Then interstitial defects, some constituent particles occupy in an interstitial site. The crystals have what defect? Interstitial defect. And both these two vacancy defect and interstitial defects are shown by the solids that are non-ionic. So okay, ionic solids are exhibited by Frenkel defect and Schottky defect. They always keep ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, അതായത് അയണിക്കിൻ്റെ കേസിൽ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടാവും എന്തിൽ ഡിഫക്ട്സ് വരുന്ന സമയത്ത്. ഓക്കെ, ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത് സ്മാളർ അയോൺ ഈസ് dislocated from its normal site to interstitial site. Usually cations ആണ് ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നത്. Create a valency defect and interstitial defect at its new location, and observed in compounds of low coordination number, does not change the density of the solid, shown by ionic substance with a large difference in the size of ions. So examples, zinc sulfide, AgCl, AgBr, AgI due to small size of Zn2+ and Ag+ ions. ഇതിൽ AgBr ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഡിഫക്റ്റ് പറയുന്ന സമയത്ത് അവിടെ AgBr എക്സാമ്പിൾ പറയും. സോ AgBrൽ എന്തുണ്ട്, ബോത്ത് ഡിഫക്റ്റ് കാണിക്കുന്ന ഒരു സോളിഡാണ്, ക്രിസ്റ്റലാണ് സിൽവർ ബ്രോമൈഡ്. ഷോർട്ട്കി ഡിഫക്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഈക്വൽ നമ്പേഴ്സ് ഓഫ് anions and cations are missed from the ionic solid are equal. That means equal number of anions and cations are missing from the interstitial site, and shown by the compounds with higher coordination number, and decrease of density of the substance happens, and shown by ionic substance with cation and anions are of same size.
So examples NaCl, KCl, cesium chloride. Then Schottky defect. Schottky defect, equal numbers of anions and cations. Cations are missed from ionic solids are equal. That means equal number of anions and cations are missing from solids, and shown by compounds with a higher coordination number decreases the density of the substance, and shown by ionic substance with anions and cations are of same size. Examples NaCl, KCl, cesium chloride and AGBR. നേരത്തെ ഫ്രങ്കൽ ഡിഫക്റ്റ് പറഞ്ഞപ്പോഴും AGBR എക്സാമ്പിൾ പറഞ്ഞു, ഷോട്ട്കി ഡിഫക്റ്റ് പറഞ്ഞപ്പോഴും AGBR എക്സാമ്പിൾ പറഞ്ഞു. സോ AGBR ക്രിസ്റ്റൽസ് രണ്ട് ഡിഫക്റ്റും കാണിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോൺ സ്റ്റോയിക്കോമെട്രിക് ഡിഫക്ട്സ്. രണ്ട് ടൈപ്പ് ഉണ്ട്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആൻഡ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഉണ്ട്. മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ നിന്ന് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോണിക് വാക്കൻസി ആൻഡ് ദെൻ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺസ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോൺ വാക്കൻസീസ് shown by alkali halides like sodium chloride and potassium chloride. Anionic site occupied by unpaired electrons are called F centers. F means for benzita. The excitation of these electrons results in colors. So metal excess defect metal excess defect കാണിക്കുന്ന crystals എന്ത് ചെയ്യും, colored ആയിരിക്കും. Yellow color is a reason. Yellow color of NaCl crystal. Excess lithium makes LiCl crystals pink. Excess potassium makes KCl crystal violet or lilac. Are the reason for metal excess defect. F centers increases, color increases, and conductivity increases. Then metal excess defect due to presence of extra cation. Zinc oxide is white in color at room temperature. On heating loses oxygen and turns yellow. Now the excess of zinc in the crystals and formula becomes Zn1 plus X, or excess Zn2 plus ion moves to the interstitial site and the electrons to neighboring site. Metal deficiency defect possessed by mainly iron oxide, shown by in metal with a variable oxidation state. Next is impurity defect. Impurity defect എന്ന് പറയുമ്പോൾ molten NaCl with strontium chloride വരുന്ന സമയത്ത് impurity defect കാണിക്കും. Then a solution of cadmium chloride and NaCl are the examples of impurity defects. Question: ZnS does not crystallize in NaCl structure as. Correct answer is option A. The ratio of R plus divided by R minus ratio is very low. That is, R plus means radius of cations divided by radius of anion ratio is very low. ZnS എന്തിൽ ക്രിസ്റ്റലൈസ് ചെയ്യുക, NaCl സ്ട്രക്ചറിൽ ക്രിസ്റ്റലൈസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ ZnS 0.225 to 0.414 എന്നുള്ള ആ ഒരു റേഞ്ചിലാണ്. അത് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 0.404 എന്ത് വരുന്നത്, ZnSൻ്റെ ക്രിസ്റ്റൽ ഇത് R കാറ്റയോൺ R റേഡിയസ് റേഷ്യോ വരുന്നത്. ദെൻ NaCl ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് 0.414 to 0.732. സോ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ റേഡിയസ് റേഷ്യോ കുറവാണ് ഇതിൻ്റെ ZnSൻ്റെ. അതുകൊണ്ട് NaCl എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, ഇൻ cesium chloride crystal lattice of cesium plus occupies. Correct answer is option C, cubic void. Atom per unit cell in simple cubic, body centered and face centered cubic are respectively. Correct answer is option D, 1, 2, 4. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. Next question, both Frenkel and Schottky defect are found in the crystals of. Correct answer is option C, AGBR. നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, how many chlorine minus ions surrounded by each cesium plus ions in cesium chloride lattice? Correct answer is option D, 8. Cesium chloride structure എന്ന് പറയുന്ന സമയത്ത് Cl minus ion occupy at the corners of the cube and cesium plus ions occupies at the center of the cube. Okay, so each cesium plus ion surrounded by 8 Cl minus ions and each Cl minus ion surrounded by 8 cesium plus ions. So coordination number is 8:8.
അതാണ് സീസിയം ക്ലോറൈഡിൻ്റെ സ്ട്രക്ചർ. സോ ഇത് സെയിം സ്ട്രക്ചറാണ് കാൽഷ്യം സൾഫൈഡിനുള്ളത്, CaS. ഓക്കെ. A solid containing F centers are correct answer is option B, paramagnetic. Next question, an N-type semiconductor is obtained by doping germanium with, correct answer is option C, arsenic. സോ സെമി കണ്ടക്ടേഴ്സ് നമുക്കറിയാം, ആദ്യം മെറ്റൽസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫിൽഡ് ആൻഡ് വാലൻസ് ഓർബിറ്റൽസ് തമ്മിൽ ക്ലോസ് ഓവർലാപ്പ് ഉണ്ടാകും. സോ ഈസിയാണ് ഇലക്ട്രോൺസിന് എന്താണ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക്, ഫിൽഡ് ബാൻഡിൽ നിന്ന് എംറ്റി ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് വളരെ കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി കാണിക്കില്ല. സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ഗ്യാപ്പ് കുറച്ച് കുറവായിരിക്കും കമ്പയർ ടു ഇൻസുലേറ്റേഴ്സ്. ചെറിയ സ്മോൾ ഗ്യാപ്പായിരിക്കും. സോ അതിലെന്താണ്, ഇപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സെമി കണ്ടക്ടേഴ്സിൻ്റെ എന്താണ് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം കൂടുതൽ എംറ്റിയിൽ നിന്നും ഫിൽഡിൽ നിന്നും എംറ്റിയിലേക്ക് ഇലക്ട്രോൺസിൻ്റെ എക്സൈറ്റേഷൻ വരുന്നതുകൊണ്ടാണ്. So, in case of semiconductors, the gap between the valence band and conduction band is small. So, some electrons jump into conduction band and show conductivity. The conductivity of semiconductors is increased with a rise in temperature. Silicon and germanium show this type of behavior. So, these are intrinsic conductors. The conductivity of intrinsic semiconductor is too low. അതായത് കുറവായിരിക്കും. So, in order to enhance the activity, or the activity can be increased by adding an appropriate amount of suitable impurities. These are called doping, and doping can be done with impurities which is electron rich or electron deficient compared to the intrinsic semiconductors, silicon and germanium. These impurities are called dopants, and these impurities create electronic defect in them. Okay. First, electron-rich impurities, silicon and germanium silicon and germanium are the 14th group elements with 4 valence electrons. So, എന്താണ് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോവാലൻറ്റ് ബോണ്ടായിട്ട് എല്ലാം ഷെയർ ചെയ്ത് നിൽക്കുന്നതായിരിക്കും അതിൻ്റെ ബോണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വെൻ doped with the 15th group elements like phosphorus and arsenis, which contain 5 valence electrons. So, electrons they occupy in the lattice site in the silicon and germanium. സോ ഇതിൻ്റെ സിലിക്കണിലും ജെർമേനിയത്തിലേക്കും എന്താണ് ഫോസ്ഫറസ്, ആർസെനിക് പോലുള്ള 15th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിന് 5 വാലൻസി ആണുള്ളത്. സോ സിലിക്കൺ ആൻഡ് ജെർമേനിയം ആയിട്ട് 4 വാലൻസി എന്ത് ചെയ്യും, കോവാലൻ ബോണ്ടിനെ യൂസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഒരു ഇലക്ട്രോൺ റിമൈനിങ് ആവും. ഈ 1 ഇലക്ട്രോൺ ആണ് എന്ത് ഇതിന് കണ്ടക്ടിവിറ്റി കൊടുക്കുന്നത്. സോ 5th ഇലക്ട്രോൺ എക്സ്ട്രാ, ദാറ്റ് എക്സ്ട്രാ ഇലക്ട്രോൺ become localized, which increase the conductivity. This increase in conductivity is due to negatively charged electrons. So these are called electron rich impurities. Enhancing the conductivity by adding electron rich impurities are called N-type semiconductors. And electron deficient impurities, silicon or germanium doped with the 13th group elements like boron, aluminum, gallium, which contains only 3 valence electrons. The place where electron missing is called electron hole or electron vacancy. അതായത് 4 വാലൻസി ഉള്ള ഒരു സൈറ്റിലേക്ക് 3 വാലൻസി വരുന്ന സമയത്ത് ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യും. ഈ ഹോളിലേക്ക് ഉള്ള ഇലക്ട്രോൺ മൂവ്മെൻറ്റ് വഴിയാണ് ഇവിടെ കണ്ടക്ടിവിറ്റി വരുന്നത്. സോ ഈ ഹോളാണ് ഇവിടെ എന്തായി കണ്ടക്റ്റിംഗ് ആവുന്നത്. സോ ആൻ ഇലക്ട്രോൺ ഫ്രം ദ നൈബറിംഗ് ആറ്റം കം ഫിൽ ആൻഡ് ഇൻ ദ ഇലക്ട്രോൺ ഹോൾ, ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആർ കോൾഡ് P-type semiconductors. Next one is dash is the pyroelectric material. Correct answer is option D, zinc oxide. So pyroelectric material എന്ന് പറയുന്നത് the material have the ability of a certain material to generate a temporary voltage when they are heated or cooled. Next question, which one of the following is not a N-type and non-stoichiometric semiconductor? Correct answer is option D, FeS. Next question, MnO has rock salt or NaCl structure with a unit cell parameter A equal to 4.43 angstrom. The MnO distance in MnO is, correct answer is option C, 4.43 by root 2 angstrom.
ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് NaCl ക്രിസ്റ്റൽ ടൈപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ NaCl എന്താണ്? FCC യൂണിറ്റ് സെല്ലാണുള്ളത്. സോ FCC ആണുള്ളത്. സോ അതിൻ്റെ ആറ്റം റേഡിയസ് ഓഫ് ആനിയോൺ പ്ലസ് റേഡിയസ് ഓഫ് കാറ്റയോൺ റിലേഷൻ എന്ന് പറയുന്നത് 2 × Ra + 2 × Rc = √2 × A എന്നാണ്. സോ അത് നമുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് 4.43/√2 എന്ന് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഓർത്തോറോംബിക് ക്രിസ്റ്റൽ സിസ്റ്റം ഈസ് റെപ്രസെൻറ്റഡ് ബൈ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഈ ടേബിളിൽ കാണിച്ചിട്ടുള്ള 7 ക്രിസ്റ്റൽ സിസ്റ്റംസും അതിലുള്ള ആക്സിയൽ ഡിസ്റ്റൻസ് ഓർ എഡ്ജ് ലെങ്ത്, അതായത് ഒരു ക്യൂബിൻ്റെ ABC എന്ന് പറയുന്നത് ഓരോ എന്താണ് ക്യൂബല്ല, ഓരോ ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെ ABC എന്ന് പറയുന്നത് ഓരോ എന്താണ് എഡ്ജിൻ്റെ ലെങ്ത്തുകളും കറസ്പോണ്ടിങ് ആംഗിളാണ് ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. എഡ്ജ് ലെങ്ത്തിൻ്റെ ഡിഫറൻസിനനുസരിച്ചിട്ടും ആംഗിളിൻ്റെ ഡിഫറൻസിനനുസരിച്ചും നമ്മൾ ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ 7 ക്രിസ്റ്റൽ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ അതിനുള്ള എക്സാമ്പിൾസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. Next question, the R plus R minus ratio of KF is 0.98. Therefore, KF will have dash type of structure. അതായത് റേഡിയസ് റേഷ്യോ എന്ന് പറയുന്നത് 0.98 റേഞ്ചിലാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, സീസിയം ക്ലോറൈഡിലാണ് വരുന്നത്. സോ നമ്മൾ ഈ നേരത്തെ ഉപയോഗിച്ച ആ ടേബിൾ യൂസ് ചെയ്ത് നമുക്കിത് അനലൈസ് ചെയ്യാം. സീസിയം ക്ലോറൈഡിൻ്റെ ആ ഒരു റേഡിയസ് റേഷ്യോ റേഞ്ച് വരുന്നത് 0.73 to 1 ആണ്. സോ ഇൻ ബിറ്റ്വീൻ ഈ റേഞ്ചിലാണ് 0.9 ആ വാല്യൂ എടുക്കുന്നത്. സോ നമുക്ക് സീസിയം ക്ലോറൈഡിൻ്റെ സ്ട്രക്ചർ ടൈപ്പാണ് അതിനുള്ളതെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ക്രിസ്റ്റൽ സിസ്റ്റം ഓൾ ഫേസ് സെൻറ്റേർഡ് ലാറ്റിസ് ആർ പെർമിറ്റഡ്? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓർത്തോറോംബിക്. അതായത് നമുക്ക് 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെ ഒക്കെ ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻ, ഇപ്പോൾ ക്യൂബിക്കിലാണെന്നുണ്ടെങ്കിൽ FCCൻ്റെ BCCൻ്റെ പ്രിമിറ്റീവ് ക്യൂബ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ക്രിസ്റ്റൽ സിസ്റ്റത്തിലും എന്തുണ്ട്, ഓരോ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഉണ്ട്. അതിനാണ് ബ്രാവിസ് ലാറ്റിസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ക്വസ്റ്റ്യന് FCC ഉള്ളത് ഇതാണെന്നാണ്. സോ ദാറ്റ് ഈസ് FCC പെർമിറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഓർത്തോറോംബിക്. Next question, Bragg's equation has no solution when? Correct answer is option C, n lambda value is greater than 2D ആകുന്ന സമയത്താണ് Bragg's equation സൊല്യൂഷൻ ഇല്ലാത്തത്. സോ Bragg's equation എന്ന് പറയുന്ന സമയത്ത് m lambda = 2D sin theta, n is the order of reflection, lambda is the wavelength of light used, and d is the interplanar distance and theta is the glazing angle, or this is the angle between incident ray and the plane of the crystal. The next question, which of the following crystal exhibit metal deficiency defect? Correct answer is option D, iron oxide and iron sulfide. Next question, a metal crystallizes in FCC lattice. It has atomic radius is 141.4 picometer. The unit cell dimension of the cubic lattice is. Correct answer is option D, 400 picometer. നമുക്ക് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് അത് സോൾവ് ചെയ്യാം. FCCയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഡിയസ് റേഷ്യോവും അതിൻ്റെ ഇൻ്റർപ്ലാനാർ അതായത് എഡ്ജ് ലെങ്ത്തും തമ്മിലുള്ള ആ ഒരു റിലേഷൻ 4R = √2 × A എന്നുള്ളതാണ്. സോ 4R/√2 നമുക്ക് ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 400 എന്ന് കിട്ടും. Next question, coordination number of zinc 2+ and S2- in zinc blend are respectively. Correct answer is option C, 4. സോ ZNSൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് 2 ഡിഫറെൻറ്റ് ടൈപ്പിലാണ്, സിങ്ക് ബ്ലെൻഡ് ആൻഡ് വുഡ് സൈഡ് സ്ട്രക്ചർ. സിങ്ക് ബ്ലെൻഡിൽ S2- ions at FCC lattice and zinc 2+ ions at one of the tetrahedral void, and the coordination number is 4:4. Example, cadmium sulfide and mercuric sulfide. Then wood side structure, S2- occupies at HCP lattice and Zn2+ at one of the tetrahedral void, and coordination number is 4:4. Next question, the band structure of a p-type semiconductor is. Correct answer is option D ആണ്. സോ നമുക്ക് നോക്കാം, P-type സെമികണ്ടക്ടേഴ്സിൻ്റെ സമയത്ത് അവിടെ എന്താണ്, P-typeൽ ഹോൾസ് ആണുള്ളത്. ഹോൾസ് വാലൻസ് ബാൻഡിൻ്റെ നിയർ ആയിട്ടായിരിക്കും അതിൻ്റെ അക്സെപ്റ്റർ ലെവൽ വരുന്നത്. N-typeലാണെന്നുണ്ടെങ്കിൽ ഡോണർ ലെവൽ എവിടെയാണ്, കണ്ടക്ഷൻ ബാൻഡിൻ്റെ അടുത്തായിട്ടായിരിക്കും. അക്സെപ്റ്റർ ലെവൽ എന്ന് പറയുന്ന സമയത്ത് ഹോൾസും ഡോണർ ലെവലിലുള്ളത് എന്താണ്, ഇലക്ട്രോൺസും ആയിരിക്കും. ഓക്കെ, സോ
ഈ ഒരു കേസിൽ ആദ്യത്തെ എക്സാമ്പിൾ ബാൻഡ് ഗ്യാപ്പ് വളരെ കൂടുതലാണ്, ഇൻസുലേറ്റേഴ്സാണ്. സെക്കൻഡ് കേസ് മെറ്റാലിക് കണ്ടക്ടേഴ്സിൻ്റെ കേസാണ്. രണ്ടും വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എന്താണ് ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. 3 and 4 ആണ് സെമി കണ്ടക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 3 എന്ന് പറയുന്നത് എന്താണ് എൻ ടൈപ്പാണ്, 4 എന്ന് പറയുന്നത് പി ടൈപ്പാണ്. ഓക്കെ. Then next question, an example of solid electrolyte is correct answer is option B, alpha AgI. Next question, the Miller indices of a crystal plane which cut the 3 crystallographic axes at 3a, 2b and minus 2c are. Correct answer is option C, 2, 3, 3 bar. Next question, classify the following unit cell into the proper crystal system where A is equal to 1.08 nanometer and B is the 0.947 nanometer and C 0.52 nanometer, alpha 41 degree and beta 82 degree and gamma 95 degree. So it is correct answer is option A, triclinic, because all A values and alpha values are different. Next question, KCl crystallizes in NaCl type structure if the radius of K plus ions is 138 pm and that of Cl minus ion is 182 pm. What is the unit cell dimension of cesium crystal? What is the unit cell dimension of potassium chloride crystal? Correct answer is option D, 614 pm. നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. സോ നമുക്ക് നേരത്തെ നമ്മൾ ഉള്ള റിലേഷൻ വെച്ചിട്ട് സിമ്പിൾ ക്യൂബിക്കിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 2c ഈക്വൽ ടു ആർ എ ഈക്വൽ ടു എ എന്നുള്ള റിലേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ആർ സി എന്ന് പറയുന്ന സമയത്ത് റേഡിയസ് ഓഫ് കാറ്റയോൺ ആൻഡ് ആർ ഇ എന്ന് പറയുന്ന സമയത്ത് റേഡിയസ് ഓഫ് ആനയോൺ. സോ റേഡിയസുകൾ തമ്മിൽ ആഡ് ചെയ്യുക ആൻഡ് ദെൻ മൾട്ടിപ്ലൈ വിത്ത് 2 ഗീവ്സ് 640 pm. Next question, a compound A and B crystallizes in a cubic lattice in which atoms of A occupies the corners of the cube and B occupies the corners of occupy the center of each of the cube face. What is the formula of this compound? Correct answer is option C, AB3. A atoms occupy ചെയ്യുന്നത് cornersലാണ്. So 8 into 1 by 8 is equal to 1 and B atom occupies the corners of centers of each cube. So centers of each cube faces. So 6 faces and 1 by 2 contribution, that is equal to 3. So AB3. So that is A atom occupied the corners of the cube and that is 8 corners in a unit cell, each contributing 8 to the unit cell, and number of A atom in the unit cell is equal to 8 into 1 by 8 is equal to 1. B atom occupy the centers of each of the cube faces and there are 6 faces in the unit cell, each contributing 1/2 to the unit cell, and number of B atoms in the unit cell is equal to 6 into 1 by 2 is equal to 3. The formula of the compound is AB3. Next question, an ionic compound crystallized in cubic system showed the powder diffraction pattern in which the lines are indexed respectively to 111, 200, 220, 311, 222, 400, 331, etc. planes. The lattice is FCC. Correct answer is option C, FCC. Because HKL values, നമുക്കിവിടെ തന്നിട്ടുള്ളത് HKL values ആണ്. So HKL values are either all even or all odd ആണെന്നുണ്ടെങ്കിൽ that is the system for FCC. അതായത് തന്നിട്ടുള്ള വാല്യൂസ് 0 ഒക്കെ ഈവൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ എല്ലാം തന്നിട്ടുള്ള വാല്യൂസ്, ആ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള വാല്യൂസ് എല്ലാം ഒന്നുകിൽ എല്ലാം ഓഡ് അല്ലെങ്കിൽ എല്ലാം ഈവൻ ആണെന്നുണ്ടെങ്കിൽ അത് FCC ആയിരിക്കും. FCC ടൈപ്പിന് അങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ വരുന്നത്. Due to presence of Schottky defect, the density of the crystal, correct answer is option C, decreases slightly. Which of the following type of crystals are usually piezoelectric? Correct answer is option A, perovskites. Next question, the Miller indices of a plane which cut the 3 crystallographic axes at 1 by 2a, minus 1 by 3b and 1 by 3c. Correct answer is option A. Number of carbon atoms in one unit cell of diamond is, correct answer is option C, 8. The piezoelectric ceramic material which are used in gas lighters is, correct answer is option D, lead, zirconium,
titanate, LZT. Next question, given below are two statements. Statement 1, crystal structure of potassium chloride as determined by X-ray diffraction studies appear to be primitive cubic cell even though it is FCC. Statement 2, X-ray cannot distinguish between K plus and Cl minus ion due to isoelectronic species. Identify the correct choice from the following. Due to isoelectronic species. Then identify the correct choice from the following. Correct answer is option A. Statement 1 is correct and statement 2 is the correct explanation for the statement 1. Next question, the Miller indices of the plane to the crystallographic A and B axis and cut the C axis at unit distances. Correct answer is option C, 001. Next question, cesium chloride has an interpenetrating simple cubic lattice. The coordination number of cesium plus and Cl minus ions respectively are. Correct answer is option A, 8 and 8. Interplanar distance between 100 set of planes in 3 face-centered the interplanar distance between 100 set of planes in a face-centered cubic unit cell is 170 pm and the distance between 200 set of plane is. Correct answer is option C, 85. Relation between interplanar distance and edge length can be represented by DHKL is equal to A by root of H square plus K square plus L square. HKL values എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് മില്ലർ ഇൻഡീസ് വാല്യൂസ് ആണ്. A is the edge length of the cube and D is the interplanar spacing or distance. നമുക്ക് തന്നിട്ടുണ്ട് D100ൻ്റെത് 170 pm ആണ്. നമുക്ക് കാണാനുള്ളത് D00ൻ്റെ ആണ്. സോ ആദ്യത്തെ കേസിൽ നമുക്ക് A കാൽക്കുലേറ്റ് ചെയ്യാം. A is the edge length, then 170 എന്ന് കിട്ടും. സോ 170 സെക്കൻഡ് കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we get 85 pm as answer. Which of the following statement is true for Schottky defect? Correct answer is option C. Density of the crystal decreases and it arises due to the loss of equal numbers of anions and cations. It appears in crystals in which anions and cations are same size. Total number of Bravais lattice point groups and space groups in a crystal are. Correct answer is option A, 14, 32 and 230. 14 Bravais lattices and 32 point groups and 230 space groups. Number of carbon atoms present per unit cell of diamond is. Correct answer is option D, 8. In a face-centered cubic center, A atom occupy half the tetrahedral voids and B atom occupy all the corners and face centered of cubic unit cell. If all the B atoms across one set of opposite faces along a C4 axis are removed completely, the molecular formula of the compound would be. Correct answer is option B, A4, B3. So number of tetrahedral voids is equal to 1 by 2 into number of number of tetrahedral voids എന്ന് പറയുന്ന സമയത്ത് 2 into number of atoms ആണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ ഈ കേസിൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് FCC ആണ്, അപ്പോൾ 4 ആണ്. അപ്പോൾ നമ്മളെ കേസിൽ എന്താണ് നമ്പർ ഓഫ് വോയിഡ് അവിടെ ആറ്റംസ് ഉള്ളത് ഹാഫ് ഓഫ് ദ ടെട്രാഹെഡ്രൽ വോയിഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ടെട്രാഹെഡ്രൽ വോയിഡ് ഇസ് ഈക്വൽ 1 by 2 into 2 into number of ആറ്റംസ് എന്ന് പറയാം. സോ ഇൻ FCC ആയ കാരണം നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു 4 ആണെന്ന സമയത്ത് 1 by 2 into 2 into 4 is equal to 4. അതായത് നമുക്ക് A4 ആണ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. സോ ഇപ്പോൾ നമ്മൾ കേസുകളിൽ ഇനിയിപ്പോൾ എക്സാമ്പിൾ വരാൻ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ, അതായത് ഇത്രയും ആറ്റംസ് ടെട്രാഹെഡ്രൽ വോയിഡ്സിലാണെന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിലുള്ള ആറ്റം കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ 2 into എന്താണ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെയാണ് FCC ആയതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് 4 കൊടുത്തത്. സോ ഈ 1 by 2 നമ്മൾ സ്പെസിഫിക് കേസാണ്, അതായത് ഹാഫ് ഓഫ് ദ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞുകൊണ്ട്. ഇനി ചില കേസിൽ 2 by 3 എന്ന് പറയുന്ന സമയത്ത് 2 by 3 into 2 into നമ്പർ ഓഫ് ആറ്റംസ് എന്നാണ് വരുന്നത്. ഓക്കെ, ഈ കേസിൽ ഹാഫ് ഓഫ് ദ എന്ന് പറയുന്നത്. സോ
1/2 into 2 into 4 is equal to 4, that is A4. ബി ആറ്റം ഫേസ് സെൻറ്റേർഡ് ആൻഡ് ഓൾ കോർണേഴ്സ് ആകുന്ന സമയത്ത് നമുക്ക് B4 എന്ന് കിട്ടും. ഇനി വേറൊരു കണ്ടീഷനും കൂടി അവർ പറയുന്നുണ്ട്. ഇഫ് ദ ബി ആറ്റംസ് അക്രോസ് വൺ സെറ്റ് ഓഫ് ഓപ്പോസിറ്റ് ഫേസസ് അലോങ് എ C4 ആക്സിസ് ഇസ് റിമൂവ്ഡ്, അതായത് ഓപ്പോസിറ്റ് ഫേസിലുള്ള ആറ്റംസ് റിമൂവ് ചെയ്യാണ്, അതായത് C4 ആക്സിസ് പാസ് ചെയ്യുന്ന. സോ എന്താണ് നമ്പർ ഓഫ് ആറ്റംസ് റിമൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. സോ ടോട്ടൽ നമ്പർ ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് ബി ആറ്റംസ് എന്ന് പറയുന്ന സമയത്ത് 8 into 1/8 പ്ലസ് 4 ഫേസുകളിൽ 4 ആറ്റംസേ കാണുള്ളൂ. സോ 4 into 1/2, that is 1 plus 2 is equal to 3, that is B3. A4 B3 is the answer. Next question, which of the following are correct statement? Correct answer is option B. Frenkel defect arises in a crystals in which radius ratio R plus by R minus is low, and crystals with metal excess defect are generally colored. Next question, the unit cell dimension of A not equal to B not equal to C, alpha equal to beta equal to gamma equal to 90 are those. Correct answer is option A, orthorhombic system. Next question, numbers of octahedral and tetrahedral voids are also associated with a face-centered cubic unit cell are respectively, that is 4 into 8. അതായത് FCC എന്ന് പറയുന്ന സമയത്ത് ടോട്ടൽ ആറ്റം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് 4 ആണ്. സോ അവിടെയുള്ള ഒക്ടാഹെഡ്രൽ വോയിഡ്സ്, അതായത് ഒരു ഇതിലുള്ള ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസും ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഇസ് ഈക്വൽ ടു 2 into നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ഇവിടെ എന്താണ് FCC എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ FCCയിലെ ആറ്റം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 4 ആണ്. സോ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് 4 ആണ്, അതിൻ്റെ ടെട്രാഹെഡ്രൽ വോയിഡ്സ് 2 into 4 8 ആയിരിക്കും. Copper crystallizes in FCC centered cubic lattice with a unit cell length of 361 pm. What is the radius of the copper atom in pm? Copper FCCയിലാണ് crystallize ചെയ്യുന്നത്. യൂണിറ്റ് സെൽ ലെങ്ത് 361 ആണ്. So copper crystallizing FCC unit cell length A is equal to 361. Radius of copper atom ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് R ആൻഡ് എഡ്ജ് ലെങ്ത് A ഓഫ് FCC എന്ന് പറയുന്നത് 4R is equal to √2A. R is equal to 127.61 pm. ഇപ്പോൾ ഇത് നേരത്തെ പറഞ്ഞത് FCCയിലാണ്. BCCയിലാണ് കേസാണെന്നുണ്ടെങ്കിൽ 4R is equal to √3A എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. സിമ്പിൾ ക്യൂബിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 2R is equal to A എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. The correct statement regarding F center in a crystal lattice says correct answer is option D. All above are correct. Anionic vacancy occupied by electron ionizing radiations produce F centers, and F centers are studied by electron pair resonance spectroscopy. The Miller indices of a plane that cuts through through the axis at 2A, 3B and C are correct answer is option D, 3, 2, 6. Next question, the compound having a simple cubic structure among the following is correct answer is option C, cesium chloride. So thanks for watching. Please like, share, comment and subscribe.